തൊഴിൽ തീരം പദ്ധതിയിലൂടെ തീരദേശ മേഖലയിൽ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ തോട്ടപ്പള്ളി ഹാർബർ റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീരസംരക്ഷണത്തിനുള്ള അമിതതയെ മനസ്സിലാക്കിയാണ് ഒരു പുതിയ പരീക്ഷണം ഇപ്പോൾ GRP ഉപയോഗിച്ചുകൊണ്ട് പൂഞ്ചയിൽ നടക്കുന്നു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസന കോർപ്പറേഷൻ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ പദ്ധതി വിജയിക്കുന്നതോടുകൂടി ചെലവ് കുറഞ്ഞുള്ള തീരസംരക്ഷണ പ്രവർത്തനം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഹരിക്കാൻ കഴിയും. എടുത്തു പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് തൊഴിൽ തീരം. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്ന് കേരളത്തിലെ തീരമേഖലയിൽ മത്സ്യമേഖലയിൽ മത്സ്യബന്ധനം അല്ലാതെ ഒരാൾക്കൊരു വീട്ടിൽ ഒരു തൊഴിലെങ്കിലും നൽകാൻ കഴിയുമോ എന്ന ഒരു ശ്രദ്ധേയമായ പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. തൊഴിൽ തീരം പദ്ധതിയിലൂടെ കേരളത്തിന്റെ തീരമേഖലയിൽ സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തീരദേശ റോഡിനായി ഫിഷറീസ് വകുപ്പ് ഭരണാനുമതി നൽകിയ തോട്ടപ്പള്ളി ഹാർബർ റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരമേഖലയിലെ ഒരു വീട്ടിൽ ഒരാൾക്ക് വീതമെങ്കിലും മത്സ്യബന്ധന ഇതര മേഖലകളിൽ തൊഴിൽ നൽകിയാണ് സർക്കാർ ലക്ഷ്യം. ഇതിനായാണ് തൊഴിൽ തീരം പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിലൂടെ വലിയ ഉണർവും ഉന്മേഷവും കേരളത്തിന്റെ തീരമേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞത്ത് ആരംഭിച്ച സീ ഫുഡ് റെസ്റ്റോറന്റ്. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യവിഭവങ്ങൾ കയറ്റിവിടുന്ന പദ്ധതിയും സർക്കാർ ആരംഭിച്ചു. ഇതിനോടകം 3 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് നിന്നും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കയറ്റുമതി ചെയ്തു. മത്സ്യ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയിൽ തന്നെ 2ാം സ്ഥാനത്ത് കേരളത്തെ എത്തിക്കാനായത് വലിയ നേട്ടമാണ്. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിനുള്ള നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. സമ്മേളനത്തിൽ HSLAM MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രിയ അജേഷ്, K രാജീവൻ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഓവർസിയർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉള്ള പരിമിതി ഉണ്ടെങ്കിലും മണ്ണ് കുറെയെങ്കിലും മാറ്റി ഹാർബർ ഒന്ന് പ്രവർത്തിക്കാൻ ചെറിയ അളവിലെങ്കിലും കഴിയുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. എല്ലാവരും സഹകരിച്ചു. ആ സഹകരണത്തിന്റെ ഭാഗമായി നമുക്ക് ഹാർബർ ചെറിയ നിലയിലേക്ക് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്ന നിലയുണ്ട്. ഹാർബറിന്റെ വികസനം ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി വ്യക്തിപരമായി MLA എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു നാടിന്റെ സമഗ്രത ഉള്ള വികസനത്തിന് സാധ്യമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഹാർബറിന്റെ വികസനം. അത് പ്രത്യക്ഷമായി ഹാർബറിനെ ആശ്രയിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, ഹാർബറിന്റെ വികസനം അതിന്റെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന പുരോഗതി സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കും. കടപ്പുറത്ത് പണിയുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ എല്ലാ മേഖലയും ചലിക്കുമെന്ന് നമ്മൾ എപ്പോഴും പറയും. ഒരു സാമ്പത്തികമായ ക്രയവിക്രയം അതിനെ ആശ്രയിച്ച് ഉണ്ടാവുന്ന മേഖലയാണ് നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം. സ്വാഭാവികമായി അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹാർബറിന്റെ വികസനം എന്നുള്ളത് നിശ്ചയമായി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹാർബറിന്റെ അടുത്ത ഘട്ട വികസനത്തിന് വേണ്ടി ഒരു വലിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ചത്.